ഗോമതി, നിനക്കറിയോ? എന്റെ വീട്ടില് വലിയ ഫ്രിഡ്ജ് വാങ്ങി. അതിന്റെ മുകളിൽ എത്തിപ്പെടണമെങ്കിലേ ശരിക്കൊരു ഏണി വെച്ച് കേറണം. അതുപോലെ വലിയൊരു ഫ്രിഡ്ജ്. എന്നിട്ടോ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? നാട്ടുകാരെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടി. ഡെയിലി 5ഉം 10ഉം പേര് ഇങ്ങനെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കുക. എന്തിനാന്നറിയോ? ഫ്രിഡ്ജ് കാണാൻ. അതിനിപ്പോ നിങ്ങൾ രണ്ടാളല്ലേ ആ വീട്ടിലുള്ളൂ. ഇത്രയും വലിയ ഫ്രിഡ്ജിന്റെ ആവശ്യമുണ്ടോ? ഇതന്നെ ഞാൻ ഏട്ടന്റെ അടുത്തും ചോദിച്ചേ. അപ്പം ഏട്ടൻ പറയാ, നിനക്ക് എളുപ്പമായില്ലേ പണി. ഒരു മാസത്തേക്കിന് മാവും ഒക്കെ അരച്ച് അതിനകത്തോട്ട് വെക്കാലോ. ഇപ്പൊ ഞാൻ അങ്ങനെയാ ചെയ്യുന്നേ. മാവ് അരച്ചിട്ടേ ഒരു മാസത്തേക്കിന് ഫ്രിഡ്ജിലോട്ട് വെക്കും. ചോറും കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരാഴ്ച 2 ആഴ്ചത്തേക്കിനൊക്കെ അങ്ങോട്ട് കയറ്റി വെക്കും. അതുകൊണ്ട് എന്താ, ഇപ്പൊ സൗകര്യമായിട്ട് സുഖമായിട്ടിരിക്കാനുള്ള സമയം ഉണ്ട് എനിക്ക്. സുഖല്ലേ? ഓ, ഞങ്ങൾക്ക് അതിന് അന്നന്ന് ഉണ്ടാക്കി കഴിക്കണതാ ഇഷ്ടം. ഈ പഴയ ഭക്ഷണമൊന്നും ഞങ്ങളെ വീട്ടിലാരും കഴിക്കില്ല. അതിനെന്താ പഴയ ഭക്ഷണം കഴിച്ചാ? ഒരു കുഴപ്പമില്ലെന്നേ. പണിയൊക്കെ എന്ത് എളുപ്പമായിന്നറിയോ? ഞാനാണെങ്കിൽ സുഖമായിട്ട് ഇങ്ങനെ ഞാനും ചേട്ടനും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ TV കണ്ടോണ്ടിരിക്കുക. അതിന് നിങ്ങളെ അടുക്കളയ്ക്ക് ഇത്രയൊക്കെ വലിപ്പമുണ്ടോ? ഇത്രയും വലിയ ഫ്രിഡ്ജ് വെക്കാൻ? നീ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇതുപോലത്തെ ഒരു ഫ്രിഡ്ജ് വേണമെങ്കിൽ ഈ ഫ്രിഡ്ജിന്റെ മേളിൽ കയറ്റി വെക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ഏട്ടന്റെ ഒരു ഐഡിയയും കൂടെ. ഏട്ടനെ കൊണ്ട് വയ്യ. ഞാൻ പറയുന്നുണ്ട് ഞങ്ങളുടെ ബെഡ്റൂമിലൊക്കെ AC വെക്കണം. ഒക്കെ സുഖമായിട്ട് രാത്രി കിടക്കണമെന്ന്. അപ്പൊ ഏട്ടന്റെ ഐഡിയ എന്താണെന്നറിയോ? നിനക്ക് ചൂട് കാലത്ത് 3-4 മണിക്കൂർ ആ ഫ്രിഡ്ജിൽ കയറി ഇരിക്കാലോ. തണുപ്പിക്കാലോ സ്വന്തമായിട്ട്. വെറുതെ എന്തിനാ റൂമിലൊക്കെ AC വെക്കണേന്ന് ചോദിച്ചു. എന്ത് നല്ല ഐഡിയ. ഈ സന്തോഷമൊക്കെ ഇപ്പം മാറും. അടുത്ത മാസം ഇലക്ട്രിസിറ്റി ബില്ല് വരട്ടെ. രണ്ടാളും തലേ കൈവച്ചിരിക്കും. അയ്യോ! എന്നാ നമുക്കൊരു കാര്യം ചെയ്താലോ? എന്താ? ഒരു കാര്യം ചെയ്യ് ഗോമതി. ഉം. നിന്റെ വീട്ടിലും AC ഒന്നും ഇല്ലല്ലോ. പിന്നെ ഇത്രയും വലിയ ഫ്രിഡ്ജും ഇല്ലല്ലോ. നീ ഇങ്ങ് പോരെ. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഫ്രിഡ്ജിന്റെ അകത്ത് 3-4 മണിക്കൂർ കയറി ഇരിക്കാലോ. അപ്പൊ എന്താന്നറിയോ? ഇലക്ട്രിസിറ്റി ബില്ലും നമുക്ക് ഷെയർ ചെയ്യാലോ. എന്റെ വീട്ടിൽ ഫോറിൻ പുതപ്പുണ്ട്. ഞാൻ ആ ഫോറിൻ കമ്പളിയും കൊണ്ട് വന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കയറിയിരിക്കാം. യ്യോ! എന്താല്ലേ നമുക്ക് ഈ ഐഡിയ നേരത്തെ തോന്നാഞ്ഞേ? എല്ലാത്തിനും അതിന്റെ സമയമുണ്ട് ദാസ. നമ്മൾ ഈ വേനൽക്കാലം പൊളിക്കും.